നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് പ്രത്യേകിച്ച് സ്കൂട്ടി ടൂ വീലർ ഓടിക്കാൻ പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അറിയാവുന്നവരാരും ഇത് കാണണമെന്നില്ല. അറിയാത്തവര് സ്കൂട്ടി വീട്ടിലുണ്ടായിട്ട് ലൈസൻസ് കയ്യിലുണ്ടായിട്ടും സ്വന്തം വണ്ടി വീട്ടിലുണ്ടായിട്ട് അതേപോലെ ഒന്ന് കയറി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നല്ലപോലെ വണ്ടി ഓടിക്കാൻ അറിയാൻ കമന്റ് ചെയ്യരുത്. കാരണം അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യങ്ങളാണ്. എങ്ങനെയൊക്കെയാണ് എന്തെല്ലാം ചെയ്താലാണ് ആ വണ്ടി ഒന്ന് മൂവ് ആക്കുക എന്നുള്ള കാര്യങ്ങളാണ് കൃത്യമായിട്ട് ഈ ഒരു വീഡിയോയുടെ പറയുന്നത്. പിന്നെ നിങ്ങൾ ഈ ടൂ വീലിന്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളെ ടൂ വീല് പഠിപ്പിക്കുമോ എന്ന് ചോദിച്ചു കമന്റ് ഇടുവോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്യരുത്. ഞാൻ ഫോർ വീലിന്റെ മാത്രമാണ്. അതായത് നിങ്ങൾക്ക് ഫോർ വീലിന്റെ ലൈസൻസ് ഉണ്ട്, സ്വന്തം വണ്ടി വീട്ടിലും ഉണ്ട്, അപ്പൊ വണ്ടി ഓടിക്കാൻ അറിയില്ല, അങ്ങനെയുള്ളവരാണ് നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. അത് ഫോർ വീലിന്റെ ആണ്. അപ്പൊ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു. നിങ്ങൾ ഈ ഒരു ക്ലാസ് അറിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും. പറ്റും നമ്മളെ മടിപ്പിക്കും. ഈ ഒരു പ്രായത്തിൽ പറ്റുന്ന ലൈസൻസ് നിങ്ങളുടെ പ്രാക്ടീസിന് പോയതല്ലേ, പ്രായം കൊണ്ടാ നിർത്തിക്കോ എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം 75-80 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ലൈസൻസും കൈവച്ച് വാഹനം വില്ലെന്താണ് ഞാൻ പഠിച്ചതാണെന്നും പറഞ്ഞാൽ എന്തുകൊണ്ട് നോക്കിയിരിക്കുന്നു. 15 വർഷം മുമ്പ് ലൈസൻസ് എടുത്ത് ആരോട് ചോദിച്ചാലും പറയാം പഠിച്ചതാന്ന് പറയും. എന്നാൽ വണ്ടി എടുക്കാൻ പറഞ്ഞു അതെന്നോട് പറയാൻ എനിക്ക് പേടിയാ. അപ്പൊ നമ്മൾ പഠിച്ചോ? ഇല്ല. അപ്പൊ നമ്മൾ വെറുതെ പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. സ്വന്തം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ അറിയാത്തതിന് പഠിച്ചിട്ടില്ല. അപ്പൊ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുമല്ല. അപ്പൊ നമ്മൾ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് വാഹനം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്റെ ജില്ല ഏതാണ് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് പ്രാക്ടീസ് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് ഒരു സ്കൂട്ടി എങ്ങനെ എളുപ്പത്തിൽ ഓടിക്കാൻ പഠിക്കാം, എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തെല്ലാം ശ്രദ്ധിച്ചാൽ നമുക്കൊരു സ്കൂട്ടി എടുക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. നമ്മളൊരു സ്കൂട്ടി ഇരിക്കുന്ന സമയത്ത് ധൈര്യമല്ലേ, നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ഇവിടെ തന്നെ ആയതുകൊണ്ട് ഞാൻ ഹെൽമെറ്റ് വെക്കാതെ പറഞ്ഞു തരുന്നതാണ്. നിങ്ങളൊരു സ്കൂട്ടിയിലോട്ട് കയറി ഇരിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് വേണം നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളിങ്ങനെ സ്കൂട്ടി ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇങ്ങനെ ഇങ്ങോട്ട് കയറിയിരിക്കുക. ആദ്യം കേട്ടാ രണ്ട് കാലുകളും നമ്മൾ ഇങ്ങനെ നിലത്തേക്ക് മുട്ടിച്ചു വെക്കുക. തറയിൽ മുട്ടിച്ച് വെച്ചിട്ട് നമ്മളിങ്ങനെ ബ്രേക്കിൽ പിടിച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ കയറാനും. അതുപോലെ തന്നെ ഇതാണ് ബ്രേക്ക്. കയറുന്ന സമയത്ത് നമ്മളിങ്ങനെ രണ്ട് കാലുകളും വെച്ചിട്ട് വേണം നമ്മൾ ഹാൻഡിൽ നിവർത്താൻ വേണ്ടിയിട്ട്. അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും ഇങ്ങനെ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഹാൻഡിൽ നിവർത്താൻ പോകരുത്. കാരണം എപ്പോഴും ഒരു വണ്ടി നിരപ്പത്ത് തന്നെ ഇരിക്കണമെന്നില്ല. കാരണം നമ്മൾ നിവർത്തുമ്പോൾ സമയത്ത് എന്ത് ചെയ്യും, വണ്ടി വീഴും. അപ്പൊ അതുകൊണ്ട് ബ്രേക്കിൽ പിടിച്ച് കാല് കുത്തിയാണ് ഇങ്ങനെ കയറുക. അതിനുശേഷം ഇത് കണ്ടില്ലേ, ഇവിടെ നമ്മൾ ചാവി തിരിക്കുന്ന ഒരു പൊസിഷൻ ഉണ്ട്. കാണത്തില്ല, നോക്കി. ഓക്കെ അല്ലേ? ഇത് കണ്ട നമ്മളെ ചാവി ഇടാൻ വേണ്ടി പോവാണ്. ഇതാ ചാവി ഇട്ടതിന് ശേഷം ഒന്ന് തിരിച്ചു. അപ്പൊ നമുക്ക് മുന്നത്തിൽ കണ്ടാ മീറ്റർ കൺസോളിൽ ലൈറ്റ് വരും. അപ്പൊ ചില വണ്ടിക്കൊക്കെ രണ്ട് തിരിക്കേണ്ടി വരും, കാരണം ഹാൻഡിൽ ലോക്കിന്റെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിനകത്ത് മീറ്റർ കൺസോളിൽ ലൈറ്റ് വരും. അപ്പൊ നമ്മൾ ആ ബ്രേക്കിൽ പിടിച്ചുകൊണ്ട് തന്നെ, കണ്ടില്ലേ, ബ്രേക്ക് നമ്മൾ പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാർട്ട് അടിക്കണം. സ്റ്റാർട്ട് ചെയ്യുന്ന സ്വിച്ച് എന്ന് പറയുമ്പോൾ ഇതാണ്, കണ്ടില്ലേ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പൊ നമ്മുടെ മറ്റേ കൈ ഇവിടെ തന്നെ ഇരിക്കുക. കണ്ട സ്റ്റാർട്ടായി. അപ്പൊ ഇത്ര വളരെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ ഈ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇത് കണ്ടില്ലേ, നമുക്ക് ഈ റൈറ്റ് സൈഡിലായിട്ട് ഇത് കണ്ടില്ലേ, നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇത് കണ്ടില്ലേ, നമ്മുടെ സ്റ്റാൻഡ് ഉണ്ട്. ഈ സ്റ്റാൻഡ് എടുത്ത് വിടുക. അപ്പൊ നമ്മളെ കൈ ബ്രേക്കിൽ തന്നെ ഉണ്ടായിരിക്കണം. ഇവിടെ തന്നെ നമ്മൾ കാലുകൾ രണ്ടും കുത്തിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ പതിയെ. അപ്പം ഇതെങ്ങനെയാണ് കൈ വെക്കേണ്ടത് എന്ന്, അതുപോലെ തന്നെ എങ്ങനെയാണ് ആക്സിലേറ്റർ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കൈ വെക്കേണ്ടത് അത് ഞാനൊന്ന് വണ്ടി ഓഫ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇത് കണ്ടോ, നമ്മൾ ഹാൻഡിൽ പിടിക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ഇരിക്കണം നിങ്ങളുടെ കൈ. അല്ല നിങ്ങൾ ഇങ്ങനെ ഒരു കാരണവശാലും ഇറക്കി പിടിക്കരുത്, അതുപോലെ തന്നെ കയറ്റിയും പിടിക്കരുത്, അതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെയും പിടിക്കരുത്. കാരണം ഇങ്ങനെയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കൈ എടുത്ത് വന്ന് ബ്രേക്ക് പിടിക്കാനുള്ള, ഇത് രണ്ടും ഈ വണ്ടിക്ക് ബ്രേക്കാണ്. അപ്പൊ ഇത് ക്ലച്ചും ബ്രേക്കും ഒന്നിച്ചുള്ളതാണ്. കാരണം നമുക്ക് ഈ ബ്രേക്കും പിടിച്ചാലേ നമുക്ക് സ്റ്റാർട്ട് ആകത്തുള്ളൂ. അപ്പൊ ഇതും ബ്രേക്ക് തന്നെയാണ്, ഇതും ബ്രേക്കാണ്. ഇത് ഫ്രണ്ട് ബ്രേക്ക്, ഇത് ബാക്ക് ബ്രേക്കുമാണ്. സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണത്. അപ്പൊ നമ്മൾ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ പിടിക്കുക. അതായത് നമുക്ക് ഈ വിരലുകൾ നിവർത്തി ഇത് എത്തത്തക്ക രീതിയിൽ ഇങ്ങനെ പിടിക്കുക. കണ്ടില്ലേ? അല്ലാതെ നിങ്ങൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എടുത്തോണ്ട് വരുമ്പോൾ പാട് വരും, അതുപോലെ തന്നെ കൊടുക്കാൻ താമസം വരും, അതുപോലെ തന്നെ ഇറങ്ങിപ്പോയാലും നമുക്ക് എത്താതെ ഒക്കെ വരും. അപ്പൊ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ പിടിക്കുക. സെൻട്രലായിട്ട്, ഹാൻഡിലിന്റെ സെൻട്രലായിട്ട് പിടിക്കുക, നിവർത്തി പിടിക്കുക. നിങ്ങൾ സമയം പോകുന്നു അല്ലെങ്കിൽ ഒരുപാട് ലോങ് ആയി പോകുന്നതുകൊണ്ട് നിങ്ങൾ കാണാതിരുന്നാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കൈ വെക്കേണ്ടത്. കാരണം
നമുക്ക് കൈയും കാലും കൊണ്ടാണ് വണ്ടി ഓടിക്കേണ്ടത്. അപ്പൊ കൃത്യമായ രീതിയിൽ കൈ ഇരിക്കാത്തത് കൊണ്ടും വെക്കാത്തത് കൊണ്ടുമാണ് നമുക്ക് എടുക്കുന്ന സമയത്തെല്ലാം പാട് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ തെളിച്ച് കാണിച്ചു തരുന്നത്. ഇതല്ലേ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വെക്കുക, രണ്ട് കട, എന്നാലും നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ മാറ്റി നമുക്ക് എടുക്കാൻ കഴിയത്തുള്ളൂ. കണ്ട ഈ ഒരു രീതിയിൽ. അപ്പൊ ഇങ്ങനെ പിടിക്കുന്നു, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ ബ്രേക്ക് പിടിക്കുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു. നിങ്ങൾ സ്റ്റാർട്ടിങ് സ്വിച്ച് ഞാൻ കാണിച്ച് നിങ്ങൾ കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്റ്റാർട്ട് ചെയ്തു. ഈ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ട്, ഇതുണ്ട്, ചെറുതായിട്ട് നിങ്ങൾ ഒരുപാട് നിങ്ങൾ ഇങ്ങനെ ആക്സിലേറ്റർ കൊടുക്കരുത്. ചെറുതായിട്ട് നിങ്ങൾ ആക്സിലേറ്റർ വെക്കുക. ചെറുതായിട്ട് ആക്സിലേറ്റർ വെച്ചുകൊണ്ട് ഈ ആക്സിലേറ്റർ നിങ്ങൾക്ക് ഇതിന്റെ പേരെ കൈ എടുക്കരുത്. ഈ കൈ എടുക്കാതെ ബ്രേക്ക് ചെയ്ത് ഒന്നായിട്ട് കൊടുക്കണ്ട. അപ്പൊ നമ്മുടെ കാലുകൾ രണ്ട് ഇങ്ങനെ തന്നെ ഇരുന്നോണം. ചെറുതായിട്ട് ഇങ്ങനെ കൊടുക്കുക, ബ്രേക്ക് പിടിക്കുക. അപ്പൊ രണ്ട് കാലം നിങ്ങൾ കുത്തി എത്തിക്കുക. ഇങ്ങനെ ആദ്യം ഇങ്ങനെ നോക്കുക. ഇങ്ങനെ നിങ്ങളൊരു 10 മിനിറ്റ് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ചെറുതായിട്ടൊന്ന് ഒരു കാലെടുത്ത് വെക്കാൻ തോന്നും. അങ്ങനെ നിങ്ങൾ വെക്കാം. അല്ല ഒരു കാരണവശാലും നിങ്ങൾ ആദ്യം ചെയ്യരുത്, ഇങ്ങനെ കാലെടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഓടിക്കാൻ നിൽക്കരുത്. നിങ്ങൾക്ക് അത് ബാലൻസ് വരാത്തത് കൊണ്ട് നിങ്ങൾ മറിഞ്ഞു വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് പേടി കൂടി വരികയുള്ളൂ. അപ്പൊ ഇങ്ങനെ നിങ്ങൾ കുറയ്ക്കാം. അപ്പൊ ഇത് ആദ്യം ചെയ്യേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ ചെറുതായി ഒരു ഇറക്കത്തെ നിങ്ങൾ ചെയ്യുവാണ് ഏറ്റവും നല്ല. വലിയ ഇറക്കമല്ല, വണ്ടി ഉരുളണം. എന്നാൽ നമ്മൾ ബ്രേക്ക് പിടിച്ചാൽ നിൽക്കണം, നമ്മുടെ കാലെ തന്നെ നിൽക്കണം. പിടിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ കാലെ തന്നെ നിൽക്കണം. അങ്ങനെയാണെന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ, ഉദാഹരണം പറഞ്ഞാല് ഇങ്ങോട്ട് ഈ മാരിക്കടി കൊച്ചിന് അവിടെ കഴിഞ്ഞിട്ട് ഓക്കെ അല്ലേ. ഉദാഹരണം പറഞ്ഞാൽ ഇതണ്ട, ഇപ്പൊ ഞാൻ ഒന്നും ചെയ്യാതെ തന്നെ ഇത് പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഹാൻഡിലിൽ ബലം പിടിക്കാതെ അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഇങ്ങനെ കാല് കറക്റ്റായിട്ട് പോകുന്നുണ്ട്. എന്നാൽ വണ്ടി പിടിച്ചാൽ നിൽക്കുകയും ചെയ്യും. ഈ ഒരു രീതിയിൽ നിങ്ങൾക്കൊരു ബാലൻസ് വരാൻ വേണ്ടി. അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഒരു ഭാഗം മാത്രം, അതായത് ഒരു കാലിന് മാത്രം നിങ്ങൾ ബലം കൊടുത്തുകൊണ്ട് ഒരു ഭാഗത്തേക്ക് മാത്രം ചെയ്യരുത്. നിങ്ങൾ പതിയെ പരിശ്രമിച്ച് നോക്കണം. കണ്ട കാലെ തന്നെ നിൽക്കാതെ, കണ്ട ഒരു ഭാഗത്തോട്ട് പോകുന്നുണ്ട്, ഒരു കാലത്തോട്ട് ഇങ്ങനെ. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് ഭാഗത്തേക്കാണ് വെയിറ്റ് കൂടുതൽ പോകുന്നത് ആ ഭാഗത്ത് ചെറുതായിട്ട് ഇങ്ങനെ കണ്ട ഇങ്ങനെ. അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗം, അതായത് നമ്മളിപ്പം ഈ നേരെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മൾ നേരെ പോവാണ്. അപ്പൊ ഏത് ഭാഗത്തോടാണ് ചരിവ് കൂടുതലാണ്, അപ്പൊ ഈ ഒരു ഭാഗത്താണോ ഇങ്ങോട്ട് ചരിച്ചു വിടുക. കണ്ട ഇങ്ങോട്ട് ചരിച്ചിടുക. രണ്ട് കാലം നിങ്ങൾ നോക്കിക്കണ്ട, കണ്ട ഇങ്ങോട്ട് ചരിക്കുക, ഇങ്ങോട്ട് ചരിക്കണ്ട. അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് ഈ ഹാൻഡിൽ എന്ത് ചെയ്യും, നമ്മുടെ കൈ നിൽക്കും, നമ്മുടെ കൈ വണ്ടി കറക്റ്റായിട്ട് നിൽക്കും. അങ്ങനെ നിങ്ങളൊന്ന് എടുത്തു നോക്കുക. എന്നിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതേ രീതിയിൽ തന്നെ. അപ്പൊ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ബ്രേക്ക് നയിക്കുക. അപ്പൊ നിങ്ങൾ ചെറുതായിട്ട് വേണേൽ ആക്സിലേറ്റർ വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ശേഷം ചെറുതായി നിങ്ങൾ ആക്സിലേറ്റർ വെക്കുക. ചെറുതായി ആക്സിലേറ്റർ വെച്ചുകൊണ്ട് തന്നെ ബ്രേക്ക് നയിക്കുക. രണ്ട് ഇത് തന്നെ കണ്ടാ, വീണ്ടും അങ്ങനെ തന്നെ, വീണ്ടും അതുപോലെ തന്നെ കണ്ടാ. അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് ഇതെങ്ങനെയാണ് ഈ വണ്ടി മൂവ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. കാരണം ബ്രേക്കിൽ നിന്ന് മാത്രമേ മാറിയാൽ മാത്രമേ ഈ വണ്ടി അങ്ങോട്ട് മുന്നോട്ട് മൂവ് ആകും. നമ്മുടെ കാറുകളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, ബ്രേക്കിൽ നിന്ന് മാറി കഴിഞ്ഞാൽ ക്ലച്ചുള്ള വണ്ടി അല്ലെങ്കിൽ ക്ലച്ച് മൂവ് ആയി കഴിഞ്ഞാൽ വണ്ടി മൂവ് ആകും. അതുപോലെ ബ്രേക്കിൽ നിന്ന്, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് കൊണ്ട് ബ്രേക്ക് നയിക്കുമ്പോൾ വണ്ടി മൂവ് ആകും. പക്ഷെ ഇതങ്ങനെ ബ്രേക്കിൽ നിന്ന് മാറി കഴിഞ്ഞാൽ അങ്ങനെ മൂവ് ആവണമെന്നില്ല. കാരണം അത് ഇറക്കമാണെങ്കിൽ മാത്രമേ പോവുള്ളൂ. അപ്പൊ ചെറുതായി ആക്സിലേറ്ററോടെ വന്നാൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, സ്കൂട്ടി നമുക്ക് മൂവ് ആക്കാൻ വരത്തുള്ളൂ. കാരണം കൂടുതൽ കൊടുത്താലും നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പേടി വരും. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ കൊടുക്കുകയും വേണ്ടെന്നാൽ കുറച്ച് കൊടുക്കുകയും ചെയ്യരുത്. ചെറിയൊരു മീഡിയം ലെവലിൽ ചെറുതായിട്ട് പിടിക്കുക, ബ്രേക്ക് നയിക്കുക. കണ്ടോ. അപ്പൊ ഈ ഒരു രീതിയിൽ ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരിത് കിട്ടും. അപ്പൊ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യേണ്ട എവിടെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഒരു കാരണവശാലും തിരക്കുള്ള റോഡുകളിലോ സ്പേസ് കുറഞ്ഞ സ്ഥലത്തോ ഒന്നും പോയി ഇത് പ്രാക്ടീസ് ചെയ്യരുത്. നിങ്ങൾ പ്ലെയിനായ സ്ഥലത്ത്. അപ്പൊ നമുക്ക് എന്തിനാ പിള്ളേർക്ക് നമ്മൾ സ്ലൈറ്റ് ഒക്കെ കൊടുക്കുന്നത് എഴുതാൻ വേണ്ടിയിട്ട്, എഴുതി പഠിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് അവിടെ ഒന്ന് വരയ്ക്കണം. കൈ നിൽക്കുന്നുണ്ട് അവിടെ ആകുമ്പോൾ നമുക്ക് തട്ടാനില്ല, മുട്ടാനില്ല, മറ്റുള്ള വണ്ടിക്കാരെ ശ്രദ്ധിക്കേണ്ട, അതുപോലെ തന്നെ ആൾക്കാരെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കൈ കൊണ്ടും കാലും കൊണ്ടും ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനും അതുപോലെ തന്നെ കൃത്യമായിട്ട് നമുക്ക് ആ കൈകാലുകളൊക്കെ എവിടെയാണ് ഇരിക്കുന്നുള്ള ബോധ്യം വന്നുകൊണ്ട് നമുക്ക് ഓടിക്കാം. അപ്പൊ അത് തന്നെയാണ് നമുക്ക് റോഡിലും ചെയ്യാനുള്ളത്. അപ്പൊ ആ കൃത്യമായിട്ട് ആ ഒരു ബന്ധം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് പേടി കൂടാതെ തന്നെ എടുക്കാം. ഇതിനെപ്പറ്റിയുള്ള ഇതുപോലുള്ള അതുപോലെ തന്നെ സ്കൂട്ടിയെ പറ്റിയുള്ള ഓരോന്നിനെ പറ്റി ഞാൻ ഓരോരോ വീഡിയോ ആയിട്ട്, കാരണം ഇത് ലെങ്തി ആയി പോകുന്നതുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നത്. കാരണം യു ടേൺ എടുക്കുന്നത് എങ്ങനെയാണെന്നും അതുപോലെ തന്നെ വണ്ടി സ്പീഡിൽ നമുക്ക് എങ്ങനെ പെട്ടെന്ന് എളുപ്പത്തിൽ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഓടിക്കാൻ, അതുപോലെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് നിർത്തുന്നത് എങ്ങനെയാണ് കാല് വിടുന്നതിന് എല്ലാ കാര്യങ്ങളും ഞാനത് സ്റ്റെപ്പായിട്ട് ഓരോ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഹമ്പുകളിൽ എങ്ങനെ പോകണം, ഇറക്കത്തൂടെ എങ്ങനെ പോകണം, കയറ്റത്തിൽ എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണം, എങ്ങനെയാണ് എടുക്കേണ്ടതൊക്കെ കൃത്യമായിട്ടുള്ള ഓരോ വീഡിയോസും ഞാൻ ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായി നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് മറ്റുള്ളവർക്കും ഉപകാരപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവരൊക്കെ ഒന്ന് ഷെയർ എടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ്, 4 വീലിന്റെ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ നിന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നതാണ്. നിങ്ങൾക്ക് എന്തോരം യൂസ്ഫുൾ ആയി എന്നുള്ളതും നിങ്ങളത് കമന്റ് ആയിട്ട് തന്നെ രേഖപ്പെടും. നിങ്ങൾ എന്ത് കമന്റ് ആയാലും ഞാൻ അത് സ്വീകരിക്കുന്നതായിരിക്കും. നിങ്ങൾ അതുപോലെ തന്നെ ഇന്നൊരു വീഡിയോ ചെയ്യാമോ എന്ന് കമന്റ് ആയിട്ട് ചോദിച്ചാൽ, ഞാൻ ഇത് തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ജോ ഡ്രൈവിംഗ് എന്ന യൂട്യൂബ് ചാനലിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലൂടെ നമുക്ക് കമന്റ് ചോദിച്ചാൽ എനിക്ക് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ കമന്റ് അതുവഴി കൂടുതൽ ഇടാതിരിക്കുകയാണ് നല്ല. എനിക്ക് കാണാൻ കഴിയുന്നില്ല അതുവഴി കമന്റ് ഇട്ടാല്. ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും നിങ്ങൾ അതുവഴി കമന്റ് ചോദിച്ചാൽ, ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഞാൻ നാണമൊന്നും വിചാരിക്കേണ്ട. ഞാൻ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് വേണ്ടി മാത്രം ചെയ്തേക്കുന്ന ചാനലാണ്. അപ്പോൾ എന്ത് സംശയം എന്റെ ചാനലിൽ വന്ന് നിങ്ങൾക്ക് ചോദിക്കുന്നതാണ്. ഞാൻ ആ സമയം പോലെ ചെയ്ത് കാണിച്ചിരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.